ബിസിനസ്സുകാരെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്ന ഞങ്ങളുടെ സ്ഥാപനത്തിൽ ബിസിനസ്സുകാർ നേരിടുന്ന ബിസിനസ് പ്രശ്നങ്ങൾ, അവരുടെ സെയിൽസിലെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്ന കുറച്ച് എക്സ്പേർട്സ് ഉണ്ട്. അവരുടെ അടുത്ത് കൺസൾട്ടേഷന് വന്ന ഒരു ഷോപ്പ് ഓണർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഷോപ്പ് സിറ്റിയിലെ കണ്ണായ സ്ഥലത്താണ്. ആ ഷോപ്പിൻ്റെ മുന്നിലൂടെ ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ ഷോപ്പിലേക്ക് അധികം പേര് കയറുന്നില്ല. ഷോപ്പിൽ സെയിൽസും കുറവാണ്. അദ്ദേഹം പറയുന്നത് ഏറ്റവും നല്ല പ്രോഡക്റ്റാണ് അദ്ദേഹം ഷോപ്പിൽ വെച്ചിട്ടുള്ളത്, പക്ഷെ ആർക്കും ഒരു വേണ്ട. ഇതാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഞങ്ങൾ ചോദിച്ചു, ഏറ്റവും നല്ല പ്രൊഡക്റ്റ് വെച്ചിട്ടും ആർക്കും വേണ്ട എന്നല്ലേ പറയുന്നത്. ഇപ്പം നല്ല പ്രൊഡക്റ്റാണ് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഉറപ്പാണോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അതെ, അത്രയും നല്ല പ്രൊഡക്റ്റാണ് വെച്ചിട്ടുള്ളത്. ഞങ്ങൾ ചോദിച്ചു, എന്താ അതിൽ ഉറപ്പ്? അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ആ പ്രൊഡക്റ്റിൽ വളരെയേറെ തൃപ്തിയാണ്. അതാണ് അദ്ദേഹം പറയുന്ന ക്രെഡൻഷ്യൽ. അപ്പം ഞങ്ങളുടെ എക്സ്പെർട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് അല്ല നിങ്ങൾ നിങ്ങളുടെ ഷോപ്പിൽ വെക്കേണ്ടത്, കസ്റ്റമറിന് ഇഷ്ടമുള്ള പ്രൊഡക്റ്റാണ് ഷോപ്പിൽ വെക്കേണ്ടത്. നിങ്ങളല്ല നിങ്ങളുടെ കസ്റ്റമേഴ്സ്. കസ്റ്റമറുടെ ടേസ്റ്റ് നമ്മുടെ ടേസ്റ്റിൽ നിന്നും വിഭിന്നമായിരിക്കാം, വ്യത്യസ്തമായിരിക്കാം. കസ്റ്റമറുടെ അഭിരുചി അറിഞ്ഞ് അവർക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് കടയിൽ വയ്ക്കുക. ഈ ഒരു ചേഞ്ച് ഞങ്ങൾ അദ്ദേഹത്തിന് നിർദ്ദേശിച്ചു. അദ്ദേഹത്തിന് അതിൻ്റെതായ ചില മാറ്റങ്ങൾ കൂടി ബിസിനസ്സിൽ, സെയിൽസിൽ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളല്ല നമ്മുടെ കസ്റ്റമേഴ്സ്. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, നമ്മുടെ രുചി അരുചികൾ ഇതൊന്നും കസ്റ്റമറുടെ മേലേക്ക് നമ്മൾ അടിച്ചേൽപ്പിക്കരുത്. അവിടെ നമ്മളൊരു ബ്ലാങ്ക് സ്ലേറ്റ് പോലെ നിന്നിട്ട് വേണം കസ്റ്റമറെ സമീപിക്കാൻ. കസ്റ്റമർക്ക് വേണ്ട പ്രൊഡക്റ്റ് കൊടുക്കണം.